ഇന്നത്തെ എൻ്റെ പുതിയ വ്ളോഗ് വീട്ടിലെ ചെടികൾ, അത് മരങ്ങളായിട്ട് എന്തോ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തിത്തരാം എന്തൊക്കെയാണെന്ന്. ഇതാണ് നമ്മൾ ആദ്യം വീട് വാങ്ങിച്ചപ്പം വീട് വെച്ചപ്പോൾ നട്ടിട്ടുള്ള മാവാണ്. ഏകദേശം ഒരു എങ്ങനെ പോലും ഒരു 20 വർഷം പഴക്കമുണ്ട് ഈ മാവിന്. മൾഗോവയാണ്. ഇതാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും പഴക്കമുള്ള മാവ്. ചെടിയല്ല, മാവ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സാധനം കണ്ടോ, നമ്മളതിനെ പേരിട്ട് വിളിക്കുന്ന ക്രിസ്മസ് ട്രീ എന്നാണ്. കാരണം അത് ഏകദേശം അറക്ക പോലെ അങ്ങനെ അതിപ്പോൾ ഉണ്ട്. അറക്കാന്നൊരു മരമുണ്ട്, അത് ഇവിടെ ഇല്ല. മിഡിൽ ഈസ്റ്റിൽ കാണും. ഇറാൻ ആ പ്ലേസിലേക്കാണ് കൂടുതലുള്ളത് അർക്ക. പിന്നെ ഉള്ളത് ഇതൊക്കെ ഫാഷൻ ചെടിയാണ്. ഇത് വല്ല ഗുണമൊന്നുമില്ല, വെറുതെ വയ്ക്കാം. ഇതും വാഴ പോലെ ഇരിക്കും, പക്ഷെ വാഴ അല്ല. പിന്നെ വാഴ. ഇത് നീമാണ്. വേപ്പ്, ആര്യവേപ്പ്. ഇത് ആര്യവേപ്പാണ്. ഇത് മുരിങ്ങയ്ക്കായിരുന്നു. ഇത് 2 ദിവസം ഞാൻ മുറിച്ചു. കാരണം ഇത് നല്ല പൊക്കമായി, അങ്ങ് അവിടെ വരെ പൊക്കമായിട്ട് വീടിൻ്റെ മുകളിലോട്ട് ചരിഞ്ഞ് നിന്നു. അപ്പോൾ മുരിങ്ങയ്ക്കാര ഇത് ഷ്രബായതുകൊണ്ട് സ്ട്രോങ് അല്ല, എപ്പോൾ വേണം ഒടിഞ്ഞ് വീഴാം. അതിന് മുമ്പേ ഡേഞ്ചറാണ്. കാരണം നമ്മൾ വീട്ടുകാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ വീണ് കഴിഞ്ഞ് നമുക്ക് റിസ്ക് ആയതുകൊണ്ട് ആദ്യം മുറിച്ച് മാറ്റി. ഇതൊക്കെ അലങ്കാര ചെടികൾ. ഇത് മുളക്. ഇത് മാങ്ങയാണ്. ഇത് മാവാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് മൽഗോവയാണ്. അതായത് വർഷത്തിൽ ഒരിക്കൽ പൂക്കും. ഏകദേശം ഒരു മാങ്ങ ഏകദേശം ഒരു 600-700 ഗ്രാമോളം വരുന്നുണ്ടായിരുന്നു. ഇതും മാവാണ്. ഓക്കെ, ഇത് മാവാണ്. ദെൻ ഇത് പ്ലാവാണ്. ഇതൊരു വെറൈറ്റി മരമാണ്, മാംഗോസ്റ്റീൻ എന്ന് പറയും. മാംഗോസ്റ്റീൻ. പപ്പായ, തേക്ക്, ഒരു പ്ലാവ്, മുരിങ്ങയ്ക്ക. ഇത് മുരിങ്ങയ്ക്കയാണ്. എൻ്റെ അടുത്ത് തന്നെ ചക്കയുണ്ട്, വരിക്കച്ചക്കയാണത്. ഇതാണ് കാരയ്ക്ക. ഇത് ഞാൻ 3 വർഷം മുമ്പ് നട്ടിട്ട് പോയതാണ്. ഇതിപ്പോൾ ഏകദേശം ഇത്രയായി. ഇപ്പോഴാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, എപ്പോഴാണ് പറഞ്ഞു വെച്ച് ഞാൻ വാങ്ങിച്ചോടൊന്ന് നട്ടതാണെന്ന് പറയുന്നത്. ഇതും മുളക്. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, തെങ്ങ് മുറിച്ചു. കാരണം വീടോട് ചേർന്ന് നിന്നതുകൊണ്ട്. ഇത് പേരയ്ക്ക. ഇത് ഈ പറഞ്ഞ പോലെ ഞാനൊരു 3-4 വർഷം മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നട്ടിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഇത്രയായി.